വെൽക്കം ടു എൻ സ്കൂൾ ക്ലാസ്സസ്. മൈ നെയിം ഇസ് ഷിജിൽ. നമ്മൾ ഇന്ന് എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കും എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട എൻവയോൺമെൻറ്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ എൻവയോൺമെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ്, അതിനാണ് എന്താ പറയുക, എൻവയോൺമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും ആര് സപ്ലൈ ചെയ്യുന്നുണ്ട്? എൻവയോൺമെൻറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള റിസോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസ്, മറ്റൊന്ന് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കത് വീണ്ടും എന്ത് ചെയ്യാം, റീയൂസ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതൊരിക്കലും അത് എക്സോസ്റ്റ് ചെയ്ത് പോകുന്നില്ല. ആ റിസോഴ്സസ് എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും തീർന്നു പോകുന്നില്ല. നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റിസോഴ്സസ് ആണെങ്കിൽ അതിനെ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയും. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാലോ, നമ്മളത് ഉപയോഗിക്കും തോറും അതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരുന്നു. അതിനാണ് എന്താ പറയുക, നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള റിസോഴ്സസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ബേസിക് ഫംഗ്ഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് ദി ബേസിക് റിസോഴ്സസ്, ദാറ്റ് ഈസ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. രണ്ട്, ഇറ്റ് അസിമുലേറ്റ് വേസ്റ്റ്. നമ്മൾ എന്ത് വേസ്റ്റ് പ്രകൃതിയിലേക്ക് തള്ളിക്കഴിഞ്ഞാലും അതെന്ത് ചെയ്യും, അത് അസിമുലേറ്റ് ചെയ്തോളും, അത് സ്വീകരിച്ചോളും, അല്ലേ? അപ്പോൾ അത് കുറേ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൽ ഡിസോൾവ് ആവും, അത് മണ്ണിൽ ഡിസോൾവ് ചെയ്യും. സോ ഇറ്റ് അസിമുലേറ്റ് ദ വേസ്റ്റ്. ദെൻ തേർഡ് വൺ, ഇറ്റ് സസ്റ്റെയിൻ ലൈഫ് ബൈ പ്രൊവൈഡിങ് ജനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് ഒരുപാട് സസ്യജന്തുജാലകങ്ങളൊക്കെ എവിടെയുണ്ട്, നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിലുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? എൻവയോൺമെൻ്റ് ആണ്. ദെൻ ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസസ്. അതായത് നമുക്ക് ഒരുപാട് കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ ഈ ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അത് എസ്തെറ്റിക് സർവീസസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദി ഫോർത്ത് കോമ്പണൻറ്റ്. ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ എന്താണ് എൻവയോൺമെൻറ്റ് എന്നും എൻവയോൺമെൻറ്റിൻ്റെ ബേസിക് ഫങ്ഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷന് കാരണമാകുന്ന, അല്ലെങ്കിൽ ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ലാൻഡ് ഡീഗ്രഡേഷൻ ഓർ എൻവയോൺമെൻറ്റൽ ഡിപ്ലീഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇത്. എന്തെല്ലാം കാരണങ്ങളാണ് ഈ ഒരു ഡീഗ്രഡേഷന് കാരണമാകുന്നത് എന്നുള്ളത്. അതിൽ ഒന്നാമത് പറയുന്നത് എന്താണ്? ലോസ് ഓഫ് വെജിറ്റേഷൻ ഒക്കറിങ് ഡ്യൂ ടു ഡീഫോറസ്റ്റേഷൻ. അതായത് നമ്മൾ കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഒരുപാട് സസ്യജാലങ്ങൾ ഇല്ലാതെയാകുന്നു. അത് ഒരു പ്രധാനപ്പെട്ടത് ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകും. കാരണം എന്താണ്? അത് സോയിൽ ഇറോഷന് കാരണമാകും, മണ്ണൊലിപ്പിന് കാരണമാകും, അത് എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷന് കാരണമാകും. രണ്ട്, അൺസസ്റ്റൈനബിൾ ഫ്യൂവൽ വുഡ് ആൻഡ് ഫോഡർ എക്സ്ട്രാക്ഷൻ. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്താ പറയുക, ഫ്യൂവലിന് വേണ്ടിയിട്ട് വുഡ് കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫ്യൂവലിന് വേണ്ടിയിട്ട് വുഡ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കന്നുകാലികൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡിന് വേണ്ടിയിട്ടൊക്കെ ഈ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത് ഈ ഒരു ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്നുണ്ട്. ദെൻ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു പർട്ടിക്കുലർ പ്ലോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. പ്ലോട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക. വെട്ടി നശിപ്പിച്ചതിന് ശേഷം അത് നമ്മൾ തീയിട്ട് എന്ത് ചെയ്യുന്നു, കത്തി നശിപ്പിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ ആക്കി അതിനെ മാറ്റുക. അവിടെ കൃഷി ചെയ്യുന്നു. എന്നിട്ട് ആ ഭൂമി വീണ്ടും ഉപേക്ഷിച്ച് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. വേറെ ഇതുപോലൊരു പ്ലോട്ട് നമ്മൾ കണ്ടെത്തുന്നു. ആ വേറെ പ്ലോട്ടിൽ എന്ത് ചെയ്യുന്നു, സെയിം പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് നമ്മളവിടെ എന്താ ചെയ്യുന്നത്, വീണ്ടും മരങ്ങൾ കട്ട് ഡൗൺ ചെയ്യുന്നു, അവിടെ തീയിട്ട് അത് നശിപ്പിക്കുന്നു, നമ്മൾ കൃഷി ചെയ്യുന്നു. എഗെയിൻ ആ പ്ലോട്ട് വീണ്ടും നമ്മൾ അബാൻഡൻ ചെയ്യുന്നു, ഒഴിവാക്കുന്നു, പുതിയൊരു പ്ലോട്ടിലേക്ക് പോകുന്നു. ആ തരത്തിലുള്ള ഒരു കൾട്ടിവേഷൻ രീതിയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അതും എന്തിന് കാരണമാകുന്നുണ്ട്? ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്നുണ്ട്. ദെൻ അടുത്തത് എൻക്രോച്ച്മെൻറ്റ് ഇൻ ടു ഫോറസ്റ്റ് ലാൻഡ്. നമ്മൾ ഒരുപാട് ഫോറസ്റ്റ് ലാൻഡുകൾ വെട്ടി നശിപ്പിക്കുക, അതിലേക്കുള്ള അതിക്രമം, കടന്നുകയറ്റം, അതൊക്കെ എന്തിലേക്ക് കാരണമാകുന്നുണ്ട്? ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്നുണ്ട്. മറ്റൊന്ന് ഫോറസ്റ്റ് ഫയർ ആൻഡ് ഓവർ ഗ്രേസിങ്. ഫോറസ്റ്റ് ഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ കാട്ടുതീ,
മറ്റൊന്ന് ഓവർ ഗ്രേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കൂടുതലായിട്ട് പിന്നെ ഈ കന്നുകാലികളൊക്കെ വിട്ടുകൊണ്ട് ഈ കുന്നും പുറങ്ങളും കാര്യങ്ങളും മേച്ചിൽ പുറങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൂടുതൽ പിന്നെ വെട്ടി നശിപ്പിക്കുക, അല്ലെങ്കിൽ അത് പിന്നെ കഴിച്ച് അവിടെയൊക്കെ മുട്ടക്കുന്നാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, നോൺ അഡോപ്ഷൻ ഓഫ് ആഡിക്വേറ്റ് സോയിൽ കൺസർവേറ്റീവ് മെഷേഴ്സ്. നമുക്ക് മണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ അതും എന്തിന് കാരണമാകുന്നുണ്ട്, ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ദെൻ ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ. നമ്മൾ ക്രോപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ക്രോപ്പ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കാലം ഭൂമി അവിടെ വെറുതെ ഇടും, അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണം. അങ്ങനെ കൃഷി ചെയ്യുമ്പോഴാണ് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യുക, ഉയരുക, അല്ലേ, ഫലഭൂയിഷ്ഠത ഉയരുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പറായിട്ടുള്ള ക്രോപ്പ് റൊട്ടേഷൻ നടത്തേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ അതെന്തിലേക്ക് നയിക്കും, ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കും. ദെൻ മറ്റൊന്ന്, ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് ആഗ്രോ കെമിക്കൽസ്. അത് കൂടുതൽ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തിലേക്ക് നയിക്കുന്നുണ്ട്, അത് ഈ ഒരു മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത അല്ലെങ്കിൽ ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കുന്നുണ്ട്. ദെൻ ഇംപ്രോപ്പർ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറിഗേഷൻ സിസ്റ്റം. നമ്മൾ കൃത്യമായ രീതിയിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ, മണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള ജലസേചന സൗകര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ടുള്ള ഇഷ്യൂസ്. മറ്റൊന്ന്, എക്സ്ട്രാക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അതായത് നമ്മൾ ഭൂഗർഭജലം കൂടുതലായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. നമ്മൾ കൂടുതൽ ബോർവെൽസുകൾ, കുഴൽ കിണറുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയിൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറയും. അപ്പോൾ അതൊക്കെ എന്തിലേക്ക് നയിക്കുന്നുണ്ട്, ഈ ഒരു ലാൻഡ് റിസോഴ്സസിൻ്റെ ഡീഗ്രഡേഷനിലേക്ക് നയിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ്. അപ്പോൾ ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കുന്ന, എൻവയോൺമെൻറ്റ് ഡിപ്ലീഷനിലേക്ക് നയിക്കുന്ന ചില ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ: സം ഓഫ് ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ കാരണം കൊടുത്തിരിക്കുന്നത് എന്താണ്, ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷി രീതി. അത് നമ്മുടെ ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കുമോ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ ആ പോയിൻ്റ് ഉണ്ടോ? ഇല്ല. ഫോറസ്റ്റ് ഫയർ ആൻഡ് ഓവർ ഗ്രേസിങ്, ഡെഫിനറ്റ്ലി അതുണ്ട്. പ്ലാന്റ് ഇറിഗേഷൻ സിസ്റ്റം, നമ്മൾ പറഞ്ഞ അൺപ്ലാൻഡ് ഇറിഗേഷൻ സിസ്റ്റമാണ്. എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, അത് ഉണ്ട് അല്ലേ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലേ. പിന്നെ സം ഓഫ് ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ്. ഇന്ത്യയിലെ ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പിന്നെ നോക്കാം. ദാറ്റ് ഈസ് BDE. ബി ഏതാണ്? ഫോറസ്റ്റ് ഫയർ ആൻഡ് ഓവർ ഗ്രേസിങ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫോറസ്റ്റ് ഫയർ, പിന്നെ അതുപോലെ തന്നെ ഓവർ ഗ്രേസിങ് ഒക്കെ എന്തിലേക്ക് നയിക്കുന്നുണ്ട്, ഈ ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ദെൻ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഓർഗാനിക് ഫാമിംഗ് ഒരിക്കലും നയിക്കുന്നില്ല. പ്ലാന്റ് ഇറിഗേഷൻ നമ്മൾ നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് ഇറിഗേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. അൺപ്ലാൻഡ് ആണെങ്കിൽ അതിനകത്ത് വരും, പ്ലാൻഡ് ആയതുകൊണ്ട് ഇതിനകത്ത് വരില്ല. ഓക്കെ. ഇനി നമ്മുടെ ഇന്ത്യയിലെ പെർ ക്യാപിറ്റൽ ഫോറസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് 0.06 ഹെക്ടേഴ്സാണ്. ഓരോ ആളുകൾക്കും അവൈലബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് 0.06 ഹെക്ടേഴ്സാണ്. അപ്പോൾ ടോട്ടൽ ഫോറസ്റ്റ് ലാൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എത്ര ഹെക്ടർ ഭൂമിയാണ് ഉള്ളത് എന്നുള്ളത് കിട്ടും. 0.06 ആണ്. ഇനി നമ്മൾ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് വരുന്നു. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് UNCED, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന റിസോഴ്സസ് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വരും തലമുറയ്ക്ക് കൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ പ്രകൃതി വിഭവങ്ങളും നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വരും തലമുറയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളും നമ്മൾ വെക്കാതെ പോയി കഴിഞ്ഞാൽ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എന്ത് ചെയ്യണം, അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് കൂടി അനുഭവിക്കാൻ കഴിയണം. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ എൻവയോൺമെൻറ്റൽ ഗുഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കൺസർവ് ചെയ്യുക, അല്ലേ, മരങ്ങൾ സംരക്ഷിക്കുക, നമ്മുടെ വാട്ടർ വേസുകൾ സംരക്ഷിക്കുക. ആ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മളെന്ത് പറയുക, ഡെവലപ്മെൻറ്റ് കോൺസെപ്റ്റിനെയാണ് നമ്മളെന്ത് പറയുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ഡാമേജസ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സുസ്ഥിര വികസനം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്?
സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലൂടെ എല്ലാ കാലത്തും നമുക്ക് ഒരു നിശ്ചിത രീതിയിലുള്ള ഗ്രോത്ത് റേറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സോ ഇക്കണോമിക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമാണ്. 2, മീറ്റിംഗ് ദ ബേസിക് നീഡ്സ്. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണം. ദെൻ മറ്റൊന്ന്, ഇൻവോൾവിങ് മോർ ഓഫ് ദി പോപ്പുലേഷൻ ഇൻ ദ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എല്ലാ ആളുകളെയും ഡെവലപ്മെൻറ്റ് ഭാഗമാക്കി മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് എന്ത് വേണം? ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണം. ദെൻ കൺട്രോളിങ് പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എൻവയോൺമെൻറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ പിന്നെ ടെക്നോളജിയിൽ ഒരു ഗ്രീൻ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യിക്കുക. അതുപോലെ തന്നെ റിസ്ക് മാനേജ് ചെയ്യുക, എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്ന ഡാമേജസ് റിഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള ഇൻ്റർനാഷണൽ റിലേഷൻസ് കീപ്പ് ചെയ്യുക. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. ഇതെല്ലാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു ടൈം ലൈനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1968 ഇത്തരത്തിലൊരു ക്ലബ് ഓഫ് റോമിൽ നമ്മൾ ഈ ഒരു പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മൾ ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായി 1972. ലിമിറ്റ്സ് ടു ഗ്രോത്തിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വളരാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്ക് നാച്ചുറൽ റിസോഴ്സസിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നമുക്ക് ഭൂമിയെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കോൺസെപ്റ്റാണ് ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന്, 1972 തന്നെ ദ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയോൺമെൻറ്റ് അങ്ങനൊരു കോൺഫറൻസ് നമ്മൾ കൂടി. 1984 ബട്ട്ലാൻഡ് കമ്മീഷൻ, ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്മിറ്റാണ് ഏത്? ഈ ബട്ട്ലാൻഡ് കമ്മീഷൻ്റെ രൂപീകരണം എന്ന് പറയുന്നത്. ദെൻ 1987 അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഉണ്ടായി. അപ്പോൾ അതിലാണ് നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മുടെ റിസോഴ്സസൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്, കൺസർവ് ചെയ്യേണ്ടതുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ കോമൺ ഫ്യൂച്ചറിൽ പറയുന്നത്. ദെൻ 1992 നമ്മൾ എർത്ത് സമ്മിറ്റ്. ഈ എർത്ത് സമ്മിറ്റിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഏതിലേക്കൊക്കെ വരുന്നത്? റിയോ ഡി ജനറോ കോൺഫറൻസിലേക്കൊക്കെ വരുന്നത്. എങ്ങനെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അതിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം, കോമൺ സ്റ്റാൻഡേർഡ്സുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അജണ്ട 21 ഇതൊക്കെ വരുന്നത്. ദെൻ 2002 നമ്മൾ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കോൺഫറൻസുകളൊക്കെ കൂടുകയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിസ്കഷനിലൂടെയും ഇൻ്റർനാഷണൽ ചർച്ചകളിലൂടെയും അതുപോലെ തന്നെ സബ്മിറ്റുകളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോൺസെപ്റ്റ് ഉരുത്തിരിഞ്ഞ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പൊല്യൂഷൻ എത്രത്തോളമാണെന്ന് അവർ കെയർ ചെയ്യില്ല. അങ്ങനെ പൊല്യൂഷൻ കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ഗ്ലോബൽ ടെമ്പറേച്ചർ ഉയരുന്നതിലേക്കും ആഗോള താപനത്തിലേക്കൊക്കെ നയിക്കുകയും നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിലുള്ള പ്രത്യാഘാതങ്ങൾ ലോകത്തെങ്ങും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളും എങ്ങനെയൊക്കെയാണ് പൊല്യൂഷൻ കുറച്ചുകൊണ്ട് വരുന്നത്, അതുപോലെ തന്നെ രാജ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യേണ്ടത്, അതിനുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇത്തരം സമ്മിറ്റുകളൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്, MDGs എന്ന് പറയുന്നത്. അതായത് ലോകരാജ്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ചില ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിനകത്ത് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യേണ്ടത്? കുറച്ച് ലിസ്റ്റുകളുണ്ട്. ഏകദേശം 8ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 8ഓളം കാര്യങ്ങൾ 2015 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യണമെന്ന് പറയുന്ന ചില ഗോളുകളാണ് നമ്മൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ അംഗരാജ്യങ്ങൾ, ഈ യുണൈറ്റഡ് നേഷൻസിലെ അംഗങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളും ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് നടപ്പിലാക്കാൻ ശ്രമിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഹങ്കർ, പോവർട്ടി, ഇല്ലിറ്ററസി, ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൻ, എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിലെ പ്രധാനപ്പെട്ട ഗോൾസുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നെന്താണ്? ടു എലിമിനേറ്റ് പോവർട്ടി ആൻഡ് ഹങ്കർ. ഒന്നാമത്തെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നതാണ് ടു എലിമിനേറ്റ് പോവർട്ടി ആൻഡ് ഹങ്കർ, നമ്മുടെ ദാരിദ്ര്യവും അതുപോലെ തന്നെ വിശപ്പും ഇല്ലാതെയാക്കുക എന്നുള്ളത് ഒന്നാമത്തെ. 2, ടു പ്രൊമോട്ട് മെറ്റേണൽ ഹെൽത്ത്, അത് മാതൃ ഹെൽത്ത് സംരക്ഷിക്കുക, അവരെ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പ്രൈമറി എഡ്യൂക്കേഷൻ, എല്ലാ ആളുകൾക്കും പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുക. സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുക. ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരിക. അതുപോലെ തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി,
അത് പിന്നെ നമ്മൾ പറയുന്നത് പിന്നെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിലുള്ള മരണത്തിന് നമ്മൾ ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയും. അപ്പോൾ ആ ചൈൽഡ് മോർട്ടാലിറ്റി നമ്മൾ കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ പരസ്പര സൗഹാർദ്ദം ഉണ്ടാക്കുക. പിന്നെ ഡിസീസസ് കുറച്ച് കൊണ്ടുവരിക. മലേറിയ, HIV, AIDS പോലുള്ള ഡിസീസസ് കുറച്ച് കൊണ്ടുവരിക. എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെ ഏകദേശം 8ഓളം ഗോൾസുകൾ അടങ്ങിയ ഒരു കോൺസെപ്റ്റാണ് മില്ലനിയം ഡെവലപ്മെൻറ്റ് ഗോൾസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ 2015 ആകുമ്പോഴേക്കും ലോകരാജ്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് പിന്നീട് നമ്മൾ എന്താക്കി മാറ്റി? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നുള്ളതാക്കി മാറ്റി. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2030 ആകുമ്പോഴേക്കും, അജണ്ട 2030 എന്നൊക്കെ പറയാറുണ്ട്, 2030 ആകുമ്പോഴേക്കും ലോകരാജ്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഏകദേശം 17 ഗോളുകൾ അടങ്ങിയ ഒരു പിന്നെ കോൺസെപ്റ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു പോവർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഹങ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഭൂമിയെ സംരക്ഷിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലോകത്തിൽ പിന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനകത്ത് പറയുന്നത്. 17ഓളം ഗോൾസുകൾ അതിനകത്തുണ്ട്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്ക് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആഗോളതാപനം എന്നുള്ളതാണ്. അപ്പോൾ ആഗോളതാപനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിയിലെ എർത്തിൻ്റെ ടെമ്പറേച്ചർ ഉയരുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ പറയുന്ന പേരാണത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിന് ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസാണ്. ക്ലോറോഫ്ലോറോ കാർബൺസിൻ്റെയൊക്കെ എമിഷൻസാണ് എന്തിന് കാരണം? ഈ പറയുന്ന ഗ്ലോബൽ വാർമിങ്ങിന് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് കത്തിക്കും അല്ലേ, അതായത് ഫോസിൽ ഫ്യൂവൽസ്, അതുപോലെ തന്നെ പിന്നെ ഡീഫോറസ്റ്റേഷൻ, ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ആഗോളതാപനം വർദ്ധിക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നമ്മളെന്ത് പറയും? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് ആണ്. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോക്ലോറോ കാർബൺസ്, ദെൻ പിന്നെ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്. ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് ഈ ഒരു പിന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഈ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു മൂവ്മെൻറ്റാണ് ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലുള്ള മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ നടത്തിയ ഒരു പ്രക്ഷോഭത്തെയാണ് നമ്മൾ എന്താ പറയുക? ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുക. ഇതുപോലെ തന്നെ പല മൂവ്മെൻറ്റുകളും പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളുണ്ടായിട്ടുണ്ട്. കർണാടകയിൽ ഉണ്ടായിട്ടുള്ള സെയിം മൂവ്മെൻറ്റാണിത് അപ്പിക്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റുകൾ ഈ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ചിപ്കോ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് എവിടെയാണ്? ഹിമാലയാസിലാണ്. ഹിമാലയസിലെ പിന്നെ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. കർണാടകയിലെ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമരമാണത് അപ്പിക്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു അതോറിറ്റി, നമ്മൾ ഈ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റെഗുലേറ്ററി അതോറിറ്റിയാണ് എന്ത്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫ് ഇന്ത്യ 1974 ഫോം ചെയ്തതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ഈ ഒരു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 1974 ഫോം ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം ഇതിൻ്റെ ഫോർമേഷന് ശേഷം ഒരുപാട് സംസ്ഥാനങ്ങൾ ഇതുപോലെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഫോം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? അവർ പിന്നെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ഡേറ്റകൾ കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു, അതുപോലെ വാട്ടർ എങ്ങനെയൊക്കെ കൺസർവ് ചെയ്യണം, ഈ പൊല്യൂഷൻ എങ്ങനെയൊക്കെ കുറച്ചുകൊണ്ട് വരിക, അതുമായി ബന്ധപ്പെട്ട എമിഷൻസ് എത്രത്തോളമാണ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെയാണ് ആര് ചെയ്യുന്നത്? ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയ്യുന്നത്. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അതിനുള്ള ഗൈഡ് ലൈൻസ് എന്തെല്ലാമാണ്? അപ്പോൾ ചില ഗൈഡ് ലൈൻസുകൾ നമ്മൾ പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെ ഗൈഡ് ലൈൻസുകളാണ്? ഒന്ന്, യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി നമ്മൾ യൂസ് ചെയ്യുക, അത് നമ്മൾ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2, LPG
ഗോബർ ഗ്യാസ്, ഇതൊക്കെ റൂറൽ ഏരിയയിൽ LPG, ഗോബർ ഗ്യാസൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞു ഫയർ വുഡൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്മോക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അവർ ഡ്രൈഡ് കൗഡങ്, ഫയർ വുഡൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ഗോബർ ഗ്യാസ്, ഇതൊക്കെ റൂറൽ ഏരിയയിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ CNG, നാച്ചുറൽ ഗ്യാസ്, കമ്പൈൻഡ് നാച്ചുറൽ ഗ്യാസ്, അർബൺ ഏരിയയിലൊക്കെ CNG കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ദെൻ വിൻഡ് പവർ നമ്മൾ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി കൂടുതലായിട്ട് യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞു അല്ലേ. സോളാർ പവർ, വിൻഡ് പവർ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സോളാർ സെല്ലുകൾ കൂടുതലായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് എൻവയോൺമെൻറ്റിന് ഡാമേജ് ഇല്ലാത്ത രീതിയിലുള്ള പവറുകളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി ഹൈഡൽ പ്ലാന്റ്സുകൾ നമ്മൾ സ്ഥാപിക്കുക. ദെൻ ട്രഡീഷണൽ നോളജ് പ്രാക്ടീസസ്, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ബയോ കമ്പോസ്റ്റിങ്, അതായത് വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ബയോ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബയോ കമ്പോസ്റ്റിങ്ങിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അത് നമ്മൾ കൂടുതൽ വേസ്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിരയും കാര്യങ്ങളൊക്കെ ആ വേസ്റ്റ് എന്ത് ചെയ്യുന്നു, അത് റീസൈക്കിൾ ചെയ്യുന്നുള്ളത്. ദെൻ ബയോ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സുകളൊക്കെ സ്വീകരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള സമീപനങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്താൻ കഴിയും. ഇതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്താനുള്ള പ്രധാനപ്പെട്ട മെഷേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്നു. ക്വസ്റ്റ്യൻ ഇവിടെ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 മാച്ച് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് സോളാർ പവർ, ഗോബർ ഗ്യാസ്, ബയോ പെസ്റ്റ് കൺട്രോൾ, കമ്പോസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത്. ഇനി ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നതോ എർത്ത് വോംസ്, ഫോട്ടോവോൾട്ടിക് സെൽസ്, നീം, റൂറൽ ഏരിയാസ്, ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക, ഏതൊക്കെ ആയിട്ടാണ് മാച്ച് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ സോളാർ പവർ അത് എന്തിനായിട്ട് റിലേറ്റ് ചെയ്താണ്, ഫോട്ടോവോൾട്ടിക് സെൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗോബർ ഗ്യാസ് നമ്മൾ പറഞ്ഞു റൂറൽ ഏരിയയിൽ ഗോബർ ഗ്യാസാണ്. CNG എവിടെയാണ്, അർബൺ ഏരിയയിലാണ്. ഗോബർ ഗ്യാസ് റൂറൽ ഏരിയയിലാണ്. ബയോ പെസ്റ്റ് കൺട്രോൾ, നീം, അതുമായി ബന്ധപ്പെട്ടതാണ്. കമ്പോസ്റ്റിംഗ് നമ്മൾ എർത്ത് വോംസ്, നമ്മൾ മണ്ണിരയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ കമ്പോസ്റ്റിംഗ് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, എർത്ത് വോംസുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ എ എന്ന് പറയുന്നത് 2, A2, B എന്ന് പറയുന്നത് 4, C 3 അല്ലേ. അപ്പോൾ ഓപ്ഷൻ D ഈസ് ദി ആൻസർ. അപ്പോൾ A2, B4 ആൻഡ് C3, D1 ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് പരസ്പരം നമ്മൾ ഒരു വലിയ രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ടൈപ്പിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടു, അവിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ലാൻഡ് ഡീഗ്രഡേഷനുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നൊക്കെ ചോദിക്കാം. ആ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരാം. ഇനി മറ്റൊരു ചോദ്യം എന്താണ്, ഇൻക്രീസ് ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് സിൻസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഹാസ് കോസ്ഡ് ദ ഫോളോവിങ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുതലായിട്ട് എന്ത് ചെയ്തു, എമിറ്റ് ചെയ്തു. ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ ഏകദേശം 7ഓളം ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് എന്തിൻ്റെ ഭാഗമായിട്ട്, ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടായി. അങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഫലമായിട്ട് എന്ത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലമാണ് നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടുള്ളത്? 1, ഓസോൺ ഡിപ്ലീഷൻ. 2, ഗ്ലോബൽ വാർമിംഗ്. ലാൻഡ് ഡീഗ്രഡേഷൻ. വാട്ടർ കണ്ടാമിനേഷൻ. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ്. എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഏറ്റവും റൈറ്റ് ആൻസർ ഏതാണ്? ഓസോൺ ഡിപ്ലീഷൻ ആണോ, ഗ്ലോബൽ വാർമിംഗ് ആണോ, ലാൻഡ് ഡീഗ്രഡേഷൻ ആണോ, ദെൻ വാട്ടർ കണ്ടാമിനേഷൻ ആണോ? ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഗ്ലോബൽ വാർമിംഗ് ആണ് സംഭവിക്കുക. അതിനുശേഷം ഓസോൺ ഡിപ്ലീഷനും ഡെഫിനറ്റ്ലി ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുന്നതിന്. അപ്പോൾ ഓസോൺ ഡിപ്ലീഷനിലേക്ക് കാരണമാകുന്നത് എന്താണ്? ഈ ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് ആണ് എന്തിൻ്റെ ഭാഗമായിട്ട്, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. സോ ദിസ് ഇസ് ദി ആൻസർ.